ഒരിടത്ത് ഒരു കർഷകൻ വളരെ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വളരെ പ്രായമായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിനോട് ഡയമണ്ടുകളെക്കുറിച്ച് പറയുകയും ചെയ്തു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു കൈന്നുള്ള ഡയമണ്ട് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ സിറ്റി തന്നെ വിലയ്ക്ക് മേടിക്കുവാനായിട്ട് കഴിയും. ഒരു കൈ നിറയെ ഡയമണ്ട് ഉണ്ടെങ്കിൽ ഈ രാജ്യം തന്നെ നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങുവാനായിട്ട് കഴിയും. ഈ ഒരു വാക്കിലൂടെ ഈ കർഷകൻ്റെ മാനസിക നില ആകെ മാറിമറിഞ്ഞു. അന്ന് രാത്രി മുതൽ അദ്ദേഹത്തിന് ഉറങ്ങുവാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വീടും അതിനോട് ചേർന്നുള്ള കൃഷിസ്ഥലവുമെല്ലാം കിട്ടിയ വിലയ്ക്ക് വിറ്റ് അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയതിന് ശേഷം ഈ ഡയമണ്ട് അന്വേഷിച്ച് യാത്ര തുടങ്ങുകയാണ്. അദ്ദേഹം ഓരോ ഭൂഖണ്ഡങ്ങളായിട്ട് യാത്ര ചെയ്ത് ഈ ഡയമണ്ട് സ്വന്തമാക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശും അദ്ദേഹത്തിൻ്റെ അധ്വാനവുമൊക്കെ ഈ ഡയമണ്ട് ലഭിക്കുന്നതിന് വേണ്ടി ചിലവാക്കിയതിന് ശേഷം ഒന്നും കിട്ടാനാകാതെ അയാൾ നിരാശനാവുകയും അയാൾ ആത്മഹത്യയും ചെയ്യുകയും ചെയ്തു. ഇതേ സമയത്ത് ഈ കർഷകൻ്റെ കൃഷിസ്ഥലം മേടിച്ച ആൾ അദ്ദേഹത്തിൻ്റെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ആ സ്ഥലമൊക്കെ ഉഴുതുമറിക്കുന്നതിനിടയിൽ തിളങ്ങുന്ന ഒരു കല്ല് ശ്രദ്ധയിൽപ്പെടുകയും ആ കല്ല് അദ്ദേഹം വെള്ളത്തിൽ കഴുകി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഷോക്കേസിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ആ മനുഷ്യൻ കടന്നുപോയപ്പോൾ ആ കല്ല് കണ്ട് ആ കല്ല് ഡയമണ്ടാണ് എന്ന് ആ സ്ഥലം വിലയ്ക്ക് മേടിച്ച ആൾക്ക് പറഞ്ഞു കൊടുക്കുകയും കൂടുതൽ ഡയമണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് നിന്നെടുത്ത് അദ്ദേഹം അവിടുത്തെ ഒരു വലിയ ധനികനായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. ഈ കഥ നമ്മുടെ ജീവിതങ്ങളുമായിട്ടും ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടുന്നതിന് വേണ്ടി ജീവിതത്തിൽ ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും ജീവിതത്തിലെ ചുറ്റുമുള്ള അവസരങ്ങളെയും പഴി പറഞ്ഞുകൊണ്ട് അലഞ്ഞു നടക്കുന്നവർക്ക് അവർ പലപ്പോഴും മിസ് ചെയ്യുന്നത് അവരുടെ ഉള്ളിലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും അവരുടെ ഉള്ളിലെ ആത്മവിശ്വാസവുമാണ് മറ്റ് ഏതൊരു അവസരങ്ങളെക്കാളും ഏറ്റവും വലിയ നിധി എന്നുള്ള അറിവാണ്. നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, നമുക്ക് സ്വന്തമായി എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുമുള്ള മോശമായ സാഹചര്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഒരു നിധിയെ കണ്ടെത്തുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. ഒന്ന്, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലെല്ലാം ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയണം. ഒരു ഖനിയിൽ എങ്ങനെയാണോ ചെളിയെല്ലാം മാറ്റി അതിൽ നിന്ന് സ്വർണമോ ഡയമണ്ടോ ഒക്കെ എടുക്കുന്നത് പോലെ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ നിന്നും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നുമൊക്കെ ചെളിയെ മാറ്റി നല്ല സ്വർണത്തെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത് പോലെ പോസിറ്റീവ് മൂമെൻറ്റ്സിനെയും പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പുകളെയും പോസിറ്റീവായിട്ടുള്ള അവസരങ്ങളെയും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. എല്ലാ മനുഷ്യരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ധാരാളം നെഗറ്റീവായ വശങ്ങളുണ്ടെങ്കിലും ധാരാളം പോരായ്മകളുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഇടയിൽ നിന്നും അവരുടെ ഒരു നല്ല അന്തസ്സത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയണം. സാമൂഹിക സേവന പദ്ധതികളിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറിയ പല നേതാക്കന്മാരും ഇത്തരത്തിൽ ഏറ്റവും താഴെത്തട്ടിലുണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നും മണിമുത്തുകളെ കണ്ടെത്തുവാൻ കഴിഞ്ഞവരാണ്. ആ മണിമുത്തുകളാണ് പലപ്പോഴും ലോകത്തെ മാറ്റിമറിക്കുവാൻ കെൽപ്പുള്ള പല പുതിയ ആശയങ്ങളും കൊണ്ടുവന്നത്. ഇതുപോലെ നമ്മുടെ സ്വന്തം ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളിലും വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണുള്ളതെങ്കിലും ആ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് പോലും ഏറ്റവും മെച്ചമായ ഒരു അവസരത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയും. ഒരു ഉദാഹരണം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ആദിവാസി സമൂഹത്തിലേക്ക് ചെരുപ്പ് കയറ്റി അയക്കുന്നതിനായിട്ട് ഒരു കമ്പനി തീരുമാനിച്ചു. അതിൻ്റെ ഒരു സാഹചര്യം പഠിക്കുന്നതിനായിട്ട് അവരൊരു എക്സിക്യൂട്ടീവിനെ അങ്ങോട്ടേക്ക് അയച്ചു. അദ്ദേഹം അവിടെ പോയതിന് ശേഷം കമ്പനിക്ക് തിരിച്ചൊരു കത്തെഴുതി, ഇവിടെ നമുക്ക് ഒരു രീതിയിലും വിജയിക്കുവാനായിട്ട് കഴിയുകയില്ല, കാരണം ഇവിടെ ആർക്കും ചെരുപ്പ് ഉപയോഗിക്കുവാൻ അറിയില്ല, നമ്മളിവിടെ ചെരുപ്പ് കൊണ്ടുവന്നാലും നമുക്കത് വിൽക്കുവാനായിട്ട് കഴിയില്ല എന്ന്. എന്നാൽ മറ്റൊരു എക്സിക്യൂട്ടീവിനെ ഇതേ കമ്പനി അയച്ചപ്പോൾ ആ കമ്പനി പോയിട്ട് തിരിച്ച് കത്തെഴുതിയത് ഇങ്ങനെയാണ്: നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ ചെരുപ്പുകളുടെ പ്രൊഡക്ഷൻ കൂട്ടുക, കാരണം ഇവിടെ ആർക്കും ചെരുപ്പ് ഉപയോഗിക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ നമുക്കിവരെ ചെരുപ്പ് ഉപയോഗിക്കുവാനായിട്ട് പഠിപ്പിക്കുവാൻ കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ ചെരുപ്പ് തന്നെ കൊടുക്കുവാനായിട്ട് കഴിയും, ഇവിടെ നമുക്കൊരു കോമ്പറ്റീഷനേ ഇല്ല എന്ന്. ഒരേ സാഹചര്യത്തിൽ നിന്ന് തന്നെ പോസിറ്റീവായിട്ടുള്ള വശത്തെ കണ്ടെത്തുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ അത് എത്ര ദുർഘടമായിരുന്നാലും അവിടെയും ഈ ഒരു പോസിറ്റീവ് വശത്തെ കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ആരംഭിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ശീലിക്കാവുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളെ കുഞ്ഞു കുഞ്ഞ് ഗോളുകളാക്കി മാറ്റി ആ കുഞ്ഞു ലക്ഷ്യങ്ങളിലേക്ക് ഓടിയെത്താൻ ശ്രമിക്കുകയും ആ ഓരോ ലക്ഷ്യങ്ങളും നമ്മൾ എത്തുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റിലും പോസിറ്റിവിറ്റി പടർത്തുവാനായിട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന മറ്റൊരു വലിയ കാര്യം.
നിങ്ങളുടെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ അലഞ്ഞു തിരിയുമ്പോൾ ഒരുപക്ഷെ ആദ്യ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം മുഴുവനും ആ ഒരു അലച്ചിലിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മറിച്ച് കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങളെയും കുഞ്ഞു കുഞ്ഞു വിജയങ്ങളെയും ആസ്വാദ്യകരമാക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്നും ഒരു സെലിബ്രേഷൻ്റെയും ഒരു സന്തോഷത്തിൻ്റെയും മൂഡിലായിരിക്കും. ഞാനിവിടെ ഒരു ആഘോഷം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് വലിയ വലിയ ആഘോഷങ്ങളോ ധൂർത്തുകളോ അല്ല, മറിച്ച് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പോലും നമുക്ക് ഒരു സെലിബ്രേഷനാണ്. ഉദാഹരണത്തിന് ഒരു നല്ല ചായ ഒരു കടയിൽ നിന്ന് നമുക്ക് കുടിക്കുമ്പോൾ ആ നല്ല ചായയ്ക്ക് ഒരു കോംപ്ലിമെൻ്റ് നമുക്ക് ആ കടക്കാരനോട് പറയുവാൻ കഴിഞ്ഞാൽ അത് അവൻ്റെ ജീവിതത്തിന് ഒരുപക്ഷെ ഒരു വലിയ ആഘോഷമായിരിക്കാം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും നമ്മുടെ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലേക്കും നമ്മൾ പകരുമ്പോൾ നമുക്ക് ചുറ്റും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ നമുക്ക് വ്യത്യാസമുണ്ടാക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ മറ്റൊരു വലിയ സവിശേഷത അത് വളരെ വേഗം സ്പ്രെഡ് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ട്രെയിൻ നഗരാതിർത്തിയൊക്കെ വിട്ട് പ്രാന്തപ്രദേശങ്ങളിലേക്ക് എത്തിയപ്പോൾ പൊള്ളുന്ന വെയിലിൽ അദ്ദേഹം പുറത്ത് കണ്ടത് 1-2 കുഞ്ഞുങ്ങൾ വെയിലത്തിരുന്ന് ജോലി ചെയ്യുന്നതാണ്. കാണുമ്പോൾ തന്നെ അറിയാം അവർ കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന്. അദ്ദേഹം ആ 2 കുഞ്ഞുങ്ങൾക്കുമായി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കാനുണ്ടായിരുന്ന 2 പൊതിച്ചോറുകൾ അദ്ദേഹം ജന്നൽ വഴി പുറത്തേക്ക് നീട്ടി. ആ കുഞ്ഞുങ്ങൾ ആ പൊതിച്ചോറ് മേടിക്കുവാനായിട്ട് വരുമ്പോഴാണ് അദ്ദേഹം കാണുന്നത് ആ കുഞ്ഞുങ്ങളുടെ പിറകിൽ ഇതുപോലെ വെയിലത്തിരുന്ന് ജോലി ചെയ്യുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട്. അദ്ദേഹത്തിന് അത് ഭയങ്കരമായ സങ്കടം തോന്നി. കാരണം ഈ 2 പേർക്ക് കൊടുക്കാനുള്ള ചോറല്ലേ എൻ്റെ കയ്യിലുള്ളൂ എന്നുള്ളത്. എന്നാൽ മറ്റുള്ള കുട്ടികളും ഈ ട്രെയിനിൻ്റെ ഭാഗത്തേക്ക് നടന്നു വരുന്നത് കണ്ടിട്ട് അദ്ദേഹം വീണ്ടും വിഷമത്തോടുകൂടിയും സങ്കടത്തോടും കൂടി ഈ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് അദ്ദേഹം ആ കാഴ്ച കണ്ടത്. താൻ ഈ പൊതിച്ചോറ് കുഞ്ഞുങ്ങളിലേക്ക് നീട്ടുന്നത് കണ്ടിട്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന മറ്റ് യാത്രക്കാരും തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചോറും പുറത്തേക്ക് നീട്ടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാകത്തിന് ആ പൊതിച്ചോറുകളുടെ കൈ നീണ്ടുകൊണ്ടേയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ സ്പ്രെഡിങ്. നമുക്ക് മറ്റുള്ളവരിലേക്ക് ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുവാനായിട്ട് കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വേദനകളിലും നമുക്ക് ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ മാത്രം മതി. അത് മറ്റുള്ളവർ വളരെ വേഗം ഒരു പ്രചോദനമായി ഏറ്റെടുക്കും. മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരുടെ ഇല്ലായ്മകളിൽ അവരുടെ ഏറ്റവും വിലപ്പെട്ട ഒരു മേന്മയെ നമുക്കവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവരുടെ ആ മേന്മയെ ഉപയോഗിക്കുന്നതിനുള്ള വഴികൾ അവർക്ക് ക്രമീകരിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അവരുടെ ജീവിതം മറ്റ് അനേകരിലേക്ക് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പകരുന്ന ഒന്നായിരിക്കും. തീർച്ചയായും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരും നിങ്ങളുടെ സമൂഹത്തിലേക്ക് ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പകർന്നു കൊടുക്കുന്നവരുമായി മാറുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഗതി മറിയുക തന്നെ ചെയ്യും. സോ താങ്ക് യു. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.